ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾ രാത്രിയിൽ കിടക്കയിൽ മുള്ളുന്ന ശീലമായ ബെഡ് വെറ്റിംഗ് അല്ലെങ്കിൽ നൊക്ടേണൽ എനൂറിസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ കുറിച്ചാണ്. ഈ ബെഡ് വെറ്റിംഗ് എന്ന കണ്ടീഷൻ പ്രധാനമായിട്ടും കുട്ടികളിൽ സാധാരണയായിട്ട് 4 മുതൽ 6 വയസ്സിനുള്ളിൽ തന്നെ കുട്ടികൾക്ക് ബ്ലാഡർ കൺട്രോൾ സാധാരണയായിട്ട് ഉണ്ടാകണം. പക്ഷേ 6 വയസ്സിന് ശേഷവും ഈ ബ്ലാഡർ കൺട്രോൾ ഉണ്ടായിട്ടില്ല എങ്കിൽ അവർ നമുക്ക് നൊക്ടേണൽ എനൂറിസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട് എന്ന് വേണം സംശയിക്കുവാൻ. സാധാരണയായിട്ട് നമ്മൾ മാതാപിതാക്കൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ സമൂഹത്തിന് മുൻപിൽ കളിയാക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് ഇൻ കേസ് ഡോക്ടേഴ്സിനെ കാണണമെങ്കിൽ അത് കണ്ടും അവരുടെ ആ പ്രശ്നത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ 5 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്നാമതായിട്ട് കുട്ടിയുടെ ബ്ലാഡർ ചെറുതായിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ നൊക്ടേണൽ എനൂറിസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ADH എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്, ആൻറ്റി ഡയറോട്ടിക് ഹോർമോൺ. ഈ ഹോർമോൺ സാധാരണയായിട്ട് രാത്രി യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഹോർമോൺ ആവശ്യത്തിന് ലഭിച്ചില്ല എങ്കിൽ രാത്രി യൂറിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് മാതാപിതാക്കൾക്ക് ഈ ഒരു പ്രശ്നം മുമ്പ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും അത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു ജനറ്റിക് കോസും കൂടെ അവിടെ കിടപ്പുണ്ട്. നാലാമതായിട്ട് കുട്ടികൾക്ക് ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടെങ്കിൽ രാത്രി ഗാഢമായ നിദ്ര ഉള്ള കുട്ടികളിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. അഞ്ചാമതായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഡയബറ്റിസ് പോലത്തെ കണ്ടീഷൻസോ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം യൂറിൻ അനാലിസിസും മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്ത ശേഷം കുട്ടികൾക്ക് പ്രത്യേകിച്ച് പത്തോളജി ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് കുട്ടികൾ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഹെവി ആയിട്ടുള്ള ഈ വെള്ളം കൂടുതൽ കൊടുക്കാനോ അതുമല്ലെങ്കിൽ ഈ അമിതമായ മധുരപാനീയങ്ങൾ കൊടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് കുട്ടികൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും റിവാർഡ് പോലെ രാവിലെ എണീറ്റ ശേഷം നിങ്ങൾ ഡ്രൈ ആയിട്ട് രാവിലെ എണീക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും റിവാർഡ് സമ്മാനങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ടെക്നിക്സ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ കുട്ടികളോട് ഇമാജിൻ ചെയ്യാൻ പറയുക. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ പാൻസ് ഒന്നും വെറ്റാവാത്ത രീതിയിലുള്ള ഡ്രൈ ആയിട്ട് എണീക്കുന്ന ഒരു കാര്യം നിങ്ങൾ സങ്കല്പിക്കാൻ പറയുക. അത്തരത്തിലുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ കണ്ടീഷനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഹോമിയോപ്പതി മെഡിസിൻ നമ്മൾ കൊടുക്കുന്നത് വഴി കുട്ടികൾക്ക് ഈ ബ്ലാഡർ കൺട്രോൾ തിരിച്ചു കൊണ്ടുവരാൻ വളരെ സഹായിക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. മെഡിസിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നൊക്ടേണൽ എനൂറിസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്.